തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം അതിന്റെ എല്ലാ ഭാരങ്ങളോടും കൂടെ നമ്മെ തളർത്തുമ്പോൾ കേവലം വാക്കുകൾക്കപ്പുറം നിൽക്കുന്ന ഒരു ആത്മീയ ബലം നമുക്ക് ആവശ്യമാണ്. പ്രതിസന്ധികളിലെ ദൈവിക ക്രമീകരണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വായനക്കാരനും എഴുത്തുകാരനും നാം തന്നെയാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ കടുത്ത പ്രതിസന്ധികൾ വരുമ്പോൾ തൂലിക നമ്മുടെ കൈകളിൽ നിന്നും മാറ്റപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടും. നൊമ്പരങ്ങളും നഷ്ടങ്ങളും മാത്രം നിറഞ്ഞ ഒരു അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുകയും നിർണയപ്രകാരം വിളിക്കപ്പെടുകയും ചെയ്ത ഒരു ജനത എന്ന നിലയിൽ നമുക്ക് ധൈര്യപ്പെടുവാനുള്ള സാധ്യത തുറന്നിട്ടുണ്ട്. ഈ വാക്യത്തിന്റെ 2-ാം ഭാഗം പരിശോധിച്ചാൽ അവിടെ ഒരു ആശ്വാസ മാർഗം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത് കേവലം ഒരു ആശ്വാസവാക്കു മാത്രമായി കാണുവാനും പാടില്ല. ഇതിന്റെ വേദശാസ്ത്രപരമായ വിശകലനം പരിശോധിച്ചാൽ 3 പ്രധാന സത്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന്, സകലവും, ദ ടോട്ടാലിറ്റിയാണ്. ഇതിൽ നമ്മുടെ വിജയങ്ങൾ മാത്രമല്ല, നമ്മുടെ പരാജയങ്ങളും നമ്മുടെ കണ്ണുനീരും നാം നേരിടുന്ന കടുത്ത അനീതികളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദൈവം തിന്മയെ സൃഷ്ടിക്കുന്നവനല്ല, എന്നാൽ തിന്മയുടെ പദ്ധതിയുടെ നടുവിലും നന്മയുടെ പദ്ധതി നടപ്പാക്കുവാൻ അവന് സാധിക്കുന്നു. 2, കൂടി വ്യാപരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. മൂല ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ സിനർഗിയ എന്നാണ് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പരിശോധിച്ചാൽ, ഒരു മരുന്ന് നിർമ്മാണത്തിൽ കയ്പുള്ള പല ഘടകങ്ങളും ചേരാറുണ്ട്. ആ ഘടകങ്ങൾ തനിച്ചു കഴിച്ചാൽ അത് നമുക്ക് അസ്വസ്ഥതയുണ്ടാകാം. എന്നാൽ കൃത്യമായ അളവിൽ ചേരുമ്പോൾ അത് സൗഖ്യം നൽകുന്ന ഔഷധമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങളെ ദൈവം തന്റെ പരമാധികാരത്താൽ ഒരു വലിയ ലക്ഷ്യത്തിനായി കൂട്ടിച്ചേർക്കുന്നു. ഒരു ടാബ്ലറ്റ് അതിനുള്ളിലുള്ള കെമിക്കൽസിനെ എങ്ങനെ നമ്മുടെ ഉള്ളിൽ സൗഖ്യത്തിന് നിദാനമാക്കുന്നുവോ അതുപോലെ ആന്തരിക സൗഖ്യത്തിനായി ദൈവം നമ്മെ ക്ഷണിക്കുന്നു. 3-ാമതായി, നന്മയ്ക്കായി ആണ് ഈ കൂടിവരവ് ഉണ്ടാകുന്നത്. there is a purpose. ഇവിടെ നന്മ എന്നത് നമ്മുടെ താൽക്കാലികമായ ഒരു സുഖസൗകര്യങ്ങളൊന്നുമല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തിന്റെ പൂർണ്ണതയും ദൈവഹിതത്തോടുള്ള നമ്മുടെ ഐക്യരൂപവുമാണ്. ഇരുളടഞ്ഞ പാതയിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ ഓർക്കുക, ചിത്രം വരച്ചു തീരുന്നതിന് മുൻപ് ക്യാൻവാസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത നിറം അനാവശ്യമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ ആ കറുത്ത നിറമാണ് പ്രകാശത്തിന് കൂടുതൽ തെളിച്ചം നൽകുന്നത് എന്നതുപോലെ നമ്മുടെ വേദനകളൊന്നും പാഴായി പോകുന്നില്ല. അവ ഒരു വലിയ ദൈവീക ശില്പത്തിന്റെ ഭാഗമാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ വാക്യം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. നന്മയ്ക്കായി നമുക്ക് സകലതും കൂടി വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, നിർണയിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രകാരം ആശ്വസിപ്പാൻ വകയുണ്ട് എന്നോർക്കുക. ക്രിസ്തീയ സമാധാനം ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.